മഴ തോരും മുൻപ് സീരിയലിൽ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായ അലീന ഇപ്പോൾ അനുഭവിക്കുന്നത് മറ്റൊരു വേദനയാണ്. കാരണം തൻ്റെ പപ്പയെ തനിക്ക് തിരിച്ചു കിട്ടിയെങ്കിലും ആ ഒരു പഴയ സന്തോഷവും ആ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പയ്യെ കുറഞ്ഞു വരികയാണ്. കാരണം നെടുമ്പരയ്ക്കൽ വീട്ടിൽ നിന്നിരുന്ന അലീനയല്ല ഇപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം. കാരണം അവിടെ തൻ്റെ കൂടപ്പിറപ്പുകളും അച്ഛനായി സ്നേഹിച്ച ബാലചന്ദ്രനും എല്ലാവരും ഒരുമിച്ച് നിന്ന് സന്തോഷമായി ജീവിച്ചിരുന്നപ്പോൾ കിട്ടിയ ആ സന്തോഷമൊന്നും തനിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. തൻ്റെ പപ്പയാണ് തൊട്ടരികിലുണ്ടെങ്കിൽ പോലും സ്റ്റാൻലി ജോസഫ് മനസ്സ് തുറന്ന് അലീനയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല. മനസ്സിൽ സ്നേഹം വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് പുറത്ത് കാണിച്ചാലല്ലേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ. പപ്പയുടെ ചില കാര്യങ്ങൾ ചെയ്യുന്ന വാശിയും അതേപടി തന്നെ ചെയ്യണമെന്ന് മറ്റുള്ളവരെ നിർബന്ധിക്കുന്നതുമെല്ലാം അലീനയ്ക്ക് വളരെ മോശമായാണ് തോന്നിക്കൊണ്ടിരുന്നത്. കാരണം ഭക്ഷണം കഴിക്കുന്നത് പോലും ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കണമെന്നൊക്കെ പറയുമ്പോൾ അത് എന്തൊരു നിയമമാണ്. കാരണം ഓരോരുത്തർക്കും തിന്നാൻ അവർക്ക് ആഗ്രഹമുള്ള രീതിയിലല്ലേ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ പപ്പയുടെ ഈ ചിട്ട രീതിയിലൊക്കെ അലീനയ്ക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ തന്നെ നിർബന്ധപൂർവം ചെയ്യിപ്പിക്കുകയായിരുന്നു സ്റ്റാൻലി ജോസഫ്. സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലുള്ള ജോലിക്കാർ പോലും സ്റ്റാൻലി ജോസഫിനേക്കാളും വളരെ മോശം രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വിശന്നിരുന്നിരുന്ന അലീനക്ക് അതൊന്നും സഹിക്കാൻ തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസത്തെ ഭക്ഷണം പിറ്റേ ദിവസത്തേക്ക് കാത്തു വയ്ക്കുകയും പോലെയില്ല. ആ ഭക്ഷണം വെറുതെ വേസ്റ്റാക്കി കളയുകയും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പോലും അന്നേക്ക് മാത്രമേ എടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അലീനക്ക് വളരെ വിഷമമാവുന്നുണ്ട്. എന്നാൽ അതൊക്കെ തിരുത്തി കൊടുക്കുവാൻ വേണ്ടി ജോലിക്കാരോട് സംസാരിക്കുമ്പോഴും അവരെല്ലാവരും അലീനക്കെതിരെ നിന്നാണ് സംസാരിക്കുന്നത്. നീ ആരാണ് ഞങ്ങളെ ശരിയാക്കാൻ? ഇതെല്ലാം സാറ് പറയുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ സാറ് പറയുന്നത് മാത്രമേ നടക്കുകയുള്ളൂ. അതിൽ നീ ഇടപെടാൻ വരണ്ട എന്നൊക്കെയാണ് അലീനയോട് ആ വീട്ടിലുള്ള ജോലിക്കാരെല്ലാവരും പറയാറ്. ഇതൊന്നും നല്ല കാര്യമല്ല. കാരണം ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഈ ഭക്ഷണം വെറുതെ പാഴാക്കി കളയുന്നതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾക്കതൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. കാരണം നിങ്ങളാരും വിശപ്പിൻ്റെ വേദന അറിഞ്ഞിട്ടില്ല. പക്ഷേ അതെല്ലാം അറിഞ്ഞവളാ ഞാൻ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല അലീനക്ക്. തൻ്റെ പപ്പയോട് ജോലിക്കാരുടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പപ്പ പോലും തനിക്കെതിരെ നിന്നാണ് സംസാരിക്കുന്നത്. കാരണം അതൊക്കെ ഓരോരുത്തരുടെയും കാര്യങ്ങളാണ്. അവർക്കറിയാം ഈ വീട്ടിലെ ശീലങ്ങൾ. അവർ പണ്ടേ മുതലേ എൻ്റെ കൂടെയുള്ള ആളുകളാണ്. അവർ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്, ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. നീ അതിനൊത്തൊന്നും കയറി ഇടപെടാൻ പോണ്ട. നിനക്ക് കിച്ചണിൽ പോവാനുള്ള അധികാരം പോലുമില്ല. കാരണം നിനക്ക് നിൻ്റെ റൂം, ഹോള് അല്ലെങ്കിൽ TV കാണാം, മൊബൈൽ കാണാം, അത്രയൊക്കെ നീ ഈ വീട്ടിൽ ചെയ്താൽ മതി. മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകണ്ട എന്നായിരുന്നു സ്റ്റാൻലിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. പപ്പ, ഇതൊക്കെ എങ്ങനെ ശരിയാകുമെന്നാണ് പറയുന്നത്? കാരണം ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നതൊക്കെ നല്ല കാര്യമാണോ? ഞാനത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സാറിനും ഇതൊക്കെ അറിയാമെന്നാണ്. അപ്പോൾ പപ്പയും കൂട്ടുനിന്നല്ലേ അവർക്കൊപ്പം ഇതൊക്കെ ചെയ്യുന്നത്? എന്തൊക്കെ പപ്പ പറഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ പപ്പയ്ക്ക് കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല ഞാൻ വളർന്നു വന്നത്. അറിയാലോ, ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞത് ഒരു അനാഥാലയത്തിലായിരുന്നു. അവിടെ ഇതുപോലെ
ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങളെല്ലാവരും. അന്നൊന്നും കിട്ടാത്ത ഈ സൗഭാഗ്യങ്ങളൊക്കെ ഒറ്റ നിമിഷത്തിൽ എനിക്ക് കിട്ടിയപ്പോൾ അതൊന്നും ഞാൻ മറന്നുപോയിട്ടില്ല. ഇന്ന് ഇവിടെ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് പിറ്റേന്ന് ആ ഭക്ഷണം വേസ്റ്റാക്കി കളയുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അന്നൊക്കെ പിറ്റേ ദിവസത്തേക്കായാലും ആ ഭക്ഷണം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട് ഞങ്ങളൊക്കെ. അപ്പോൾ പിന്നെ എങ്ങനെയാ ഈ ഭക്ഷണമൊക്കെ കളയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? എനിക്ക് അതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിന് എതിരായിട്ട് തന്നെയാണ് ഇവിടുത്തെ ജോലിക്കാരോട് സംസാരിച്ചത്. പക്ഷേ അവരെല്ലാവരും പപ്പ പറയുന്നത് പോലെ ചെയ്യുമെന്നാണ് അവർ വാശി പിടിക്കുന്നത്. നീ എന്തിനാ നിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഈ പറയുന്നത്? നീ അന്നത്തെ അലീനയല്ല, അന്ന് അനാഥാലയത്തിൽ നിന്നിരുന്ന അലീനയല്ല ഇപ്പോൾ. കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായ അലീനയാണ്. ആ അലീനക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇന്നുണ്ടാവണം. ഭക്ഷണത്തിനായാലും പ്രവൃത്തികളിലായാലും ചിന്താഗതികളിലായാലും എല്ലാത്തിലും ആ മാറ്റം എനിക്കുണ്ടാകണം. നിന്നിലത് എനിക്ക് കാണണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് മറ്റുള്ളവർ നമ്മളെ പെരുമാറുകയും നമ്മളോട് സംസാരിക്കുകയും നമ്മളെ ആ ഒരു രീതിയിൽ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ. അല്ലാതെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനാഥാലയവും പട്ടിണിയും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്നും ആ ബഹുമാനം നമ്മൾക്ക് കിട്ടില്ല. വളരെ ഗൗരവത്തോടു കൂടി സ്റ്റാൻലി തൻ്റെ സ്റ്റാൻഡ് അലീനയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം താനൊരു പട്ടാളക്കാരനായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും തനിക്കുണ്ടെന്നും ഒരു പൈസയ്ക്ക് പോലും മുട്ടില്ല എന്നും ഒരുപാട് സ്വത്തുക്കളുടെ മുതലാളിയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു അഹങ്കാരവും അഹംഭാവവുമെല്ലാം ആ സമയത്ത് സ്റ്റാൻലി ജോസഫിനുണ്ടായിരുന്നു. താൻ ആരുടെ മുന്നിലും തലകുനിക്കില്ല എന്നും അതെല്ലാം മറ്റുള്ളവർ തന്നെ കാണുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അലീനക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ തൻ്റെ പഴയ കാര്യങ്ങളൊന്നും മറക്കാത്ത അലീനക്ക് ഈ പറയുന്ന സ്റ്റാൻലിയുടെ വാക്കുകളും സംസാരവും ഒന്നും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശരിയാ, പപ്പ ജനിച്ചപ്പം മുതൽ പപ്പയ്ക്ക് ഇതിനോടൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടായിരുന്നു പപ്പ ഈ ലോകത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പപ്പയ്ക്ക് മനസ്സിലാവണമെന്നില്ല. അലീന തൻ്റെ നിഷ്കളങ്കമായ കാര്യങ്ങളിലൂടെ തന്നെ തൻ്റെ മറുപടി സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ പപ്പയ്ക്ക് വലിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ പപ്പയോട് പുച്ഛമാണ് തോന്നുന്നത്. അലീനയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുന്ന സ്റ്റാൻലിക്ക് അലീനയോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. നീ എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നോട് ആരും ഇങ്ങനെ സംസാരിക്കാറില്ല, അതെനിക്കിഷ്ടവുമല്ല. അതാരാണെങ്കിൽ പോലും, എൻ്റെ മകളായാലും ശരി, എൻ്റെ അച്ഛനായാലും ശരി. എന്നെ എതിർത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മേലെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം വല്ലാതെ മാറിപ്പോകും. അത് അലീനെ നീ മനസ്സിലാക്കണം. സ്റ്റാൻലിയുടെ സ്വരത്തിൽ വല്ലാത്ത മൂർച്ച കൂടിക്കൊണ്ടിരുന്നു. അലീനയോട് വല്ലാതെ ദേഷ്യത്തിലായിരുന്നു പിന്നീട് സ്റ്റാൻലിയുടെ സംസാരം. അലീനക്ക് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും തൻ്റെ ബാലചന്ദ്രനായ അച്ഛനെയാണ് ഓർമ്മ വന്നത്. കാരണം അത് തൻ്റെ അച്ഛനല്ലെങ്കിൽ പോലും ഒരു മകളോട് കാണിക്കേണ്ട എല്ലാ സ്നേഹവും എല്ലാ കാര്യങ്ങളും അലീനക്ക് ആ മനുഷ്യൻ നൽകിയിരുന്നു. എന്നാൽ തൻ്റെ സ്വന്തം പപ്പയായ സ്റ്റാൻലി ജോസഫിൻ്റെ ഈ വാക്കുകളൊന്നും ഒരു മകളോട് പറയേണ്ട കാര്യങ്ങളാണോ? കാരണം ഒരച്ഛനോട് മകൾക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഞാനിവിടെ പപ്പയോടും പറയുന്നുള്ളൂ. പക്ഷേ പപ്പ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാത്തതെന്നാണ് അലീന ചിന്തിക്കുന്നത്. അലീന, നീ എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ച് നിൽക്കുന്നത്? നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തുറന്നു പറയൂ. കാരണം എനിക്ക് മറ്റു 3 മക്കളും കൂടിയുണ്ട്, നിനക്കറിയാമല്ലോ. അവരോടും ഞാൻ ഈ സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് സംസാരിക്കാറ്. ഞാൻ ആരുടെ മുന്നിലും തലകുനിക്കാത്ത ഒരാളാണെന്ന് നിനക്ക് അറിയാമല്ലോ.
ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നീ എൻ്റെ മകളെന്ന് പറയുന്നത്? അച്ഛൻ്റെ ആ പറഞ്ഞ മക്കൾക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. കാരണം അവർ വളർന്നു വന്നതും ആ സാഹചര്യങ്ങളിലൂടെയാണ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് അച്ഛ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതെല്ലാം നമ്മളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകും. അങ്ങനെ എനിക്കും പറ്റിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. പപ്പയുടെ പപ്പയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള മനസ്സുകൂടി വേണം പപ്പ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. കാരണം ഒരു തെറ്റ് തിരുത്തി തന്നെന്നും പറഞ്ഞ് നമ്മളത് തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ ആരുടെ മുന്നിലും നമ്മൾ തല കുനിക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് മുന്നിൽ താഴത്തുമില്ല. എന്നാൽ നമ്മളുടെ ശരികൾ നമ്മൾ അവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുമ്പോൾ അതെന്നും നിലനിൽക്കും. പക്ഷെ അതെല്ലാം നല്ല കാര്യങ്ങൾക്ക് മാത്രമായിരിക്കണം. അലീനയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സ്റ്റാൻലി ജോസഫിന് പയ്യെ മനസ്സിലായി. കാരണം അവൾ ജീവിതം പഠിച്ചവളാണ്. അവൾക്ക് മുന്നിൽ ചിലപ്പോൾ ഞാൻ ചെറുതായിരിക്കാം. കാരണം ഞാൻ അവളെ ഉപേക്ഷിച്ചൊരു അച്ഛനാണല്ലോ. ആ ഒരു വിലയല്ലേ എനിക്ക് തരുകയുള്ളൂ എന്നൊക്കെയായിരുന്നു സ്റ്റാൻലി എന്ന വ്യക്തിയുടെ മനസ്സിൽ തോന്നിയത്. അലീനയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ അടുത്തിരുന്ന കസാര വലിച്ചെറിഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലേക്ക് ചെന്ന് റൂമിൻ്റെ കതക് തല്ലിയടയ്ക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. കസാര താഴെ വീഴുന്ന ഒച്ച കേട്ട് പെട്ടെന്ന് അലീന ഞെട്ടിപ്പോവുകയാണ്. എൻ്റെ പപ്പ തന്നെയാണോ ഈ ദേഷ്യപ്പെട്ട് നടന്നു പോകുന്നത്? ഇതിനും മാത്രം ഞാൻ എന്താണ് പപ്പയോട് ചെയ്തത്? ഇത്രയ്ക്കും ദേഷ്യം തോന്നാൻ ഞാൻ എത്ര വലിയ കുറ്റം വല്ലതും ചെയ്തോ? പപ്പയോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ലേ ഞാൻ ചെയ്തത്. അതും പോരാതെ അനാഥാലയം എന്ന് കേൾക്കുമ്പോൾ പപ്പയ്ക്ക് ദേഷ്യമാണ്. അതെന്ത് കാര്യത്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം പപ്പയുടെ മകളായ ഞാൻ ഇത്രയും കൊല്ലം ആ അനാഥാലയത്തിൽ വളർന്നവളല്ലേ. എന്നിട്ട് പോലും അനാഥാലയം എന്ന് കേൾക്കുമ്പോൾ ഇത്രയ്ക്കും ദേഷ്യം തോന്നണമെങ്കിൽ അതെന്തായിരിക്കുമെന്നാണ് അലീന ചിന്തിക്കുന്നത്. അനാഥാലയത്തിൽ ജീവിക്കുന്ന അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ പോലും പപ്പയ്ക്കത് വല്ലാതെ ഇഷ്ടക്കേട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചെന്ന് കാണാനും അവിടുത്തെ ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കണമെന്നൊക്കെ പറയുമ്പോഴും എന്നെ പോലും വിടാൻ പപ്പ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്നാണ് അലീനയ്ക്ക് മനസ്സിലാവാത്തത്. അലീന അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ ഇരുന്ന് കൈകൾ മുഖത്ത് വെച്ചുകൊണ്ട് തല കുമ്പിട്ടിരുന്ന് ഒരുപാട് കരഞ്ഞു. താൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയാണോ? ആരുണ്ട് തനിക്ക് തുണയായി? ഇതുപോലെയുള്ള പപ്പായുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിൽക്കാൻ പോകുന്നത്? ഈ വീട്ടിൽ താൻ ഒരു ഒറ്റപ്പെട്ട വസ്തുവാണ്. കാരണം ഇവിടുത്തെ ജോലിക്കാർ പോലും പപ്പ പറയുന്ന കാര്യങ്ങളല്ലേ ചെയ്യുക. തനിക്ക് ആരുമില്ല ഒന്ന് സംസാരിക്കാൻ പോലും എന്നൊക്കെയുള്ള വിഷമത്തിൽ നിൽക്കുമ്പോഴും ഔതക്കുട്ടിയായിരുന്നു അലീനക്ക് കൂട്ടായി നിന്നിരുന്നത്. രാവിലെ എണീറ്റ് വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന ഔതക്കുട്ടി പുറത്തൊന്ന് നടക്കാൻ പോയ സമയമായിരുന്നു ആ നേരം. പുറത്തു പോയി വന്ന് അകത്തേക്ക് കയറി ചെന്നപ്പോൾ അലീന തൻ്റെ അടുത്തിരിക്കുന്ന സോഫയിൽ കരയുന്നതാണ് ഔതക്കുട്ടി കാണുന്നത്. പെട്ടെന്ന് ഓടിച്ചെന്ന് അലീനയുടെ അടുത്ത് ചെന്ന് ഔതക്കുട്ടി അലീനയുടെ തോളിൽ കൈവയ്ക്കുന്നുണ്ട്. മോൾ എന്തിനാ കരയുന്നത്? അത് കേട്ടപ്പോൾ പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ തുടച്ച് അലീന ഔതക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കലങ്ങിയ കണ്ണുമായി അലീന ഔതക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല, എൻ്റെ പപ്പ പോലുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഔതക്കുട്ടി എന്താണെന്ന് കാരണമെന്നറിയാതെ അലീനയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്താണ് മോളെ കരയുന്നത്? എന്നോട് പറ, നിനക്കാരാ ആരുമില്ല എന്ന് പറഞ്ഞത്? നിനക്ക് ഞാനില്ലേ? നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്. പപ്പയ്ക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ എന്ത് തെറ്റാ പപ്പയോട് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ തന്നെ എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്?
അവിടെ ബാലച്ചൻ ചോദിച്ചപ്പോൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ അവിടെ നിന്നേനെയിരുന്നല്ലോ. അവിടെ ഇങ്ങനെയൊന്നുമല്ല. അവിടെ വളരെ സ്നേഹമുള്ളവരെല്ലാവരും. എല്ലാ കാര്യങ്ങളിലും എന്നോടായാൽ പോലും എന്തു കാര്യങ്ങൾക്കും വളരെ സ്നേഹത്തിൽ മാത്രമാണ് പെരുമാറുക. എന്തു പറഞ്ഞാലും അതെ, അതിനുള്ള മറുപടിയും അവരിൽ നിന്ന് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ പപ്പയുടെ സ്വഭാവം ഓരോ ദിവസവും പല പല മാറ്റങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പപ്പയുടെ ചിട്ടങ്ങളാണ് എന്നെ മാറ്റുന്നത്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇങ്ങനെയൊക്കെയല്ലേ എന്നോട് പറയുന്നത്. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. മോളെ, അവൻ ഇപ്പോൾ എന്താ മോളോട് പറഞ്ഞത്? അതെന്നോട് പറ. ഈ വെല്ലിപ്പിച്ചൻ ചോദിക്കുക. അവനോട് ഞാൻ ചോദിക്കുക. അവനൊരു മോശം സ്വഭാവം അവൻ്റെ ഇടയ്ക്കിട്ട്. നിനക്കറിയാവുന്നതല്ലേ, കുറച്ച് ദിവസമായിട്ടുള്ളെങ്കിലും അവൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ? അവനെ ആരും ശരി പഠിപ്പിക്കാൻ പോകുന്നത് അവന് ഇഷ്ടമല്ല. അവൻ കുറച്ച് കാര്യങ്ങൾ അവൻ്റെ മനസ്സിലുണ്ട്, അതുപോലെ അവൻ പ്രവർത്തിക്കൂ. ആണെങ്കിൽ പോലും അതുപോലെ തന്നെയാ. അവൻ നിന്നോട് ചൂടാവാൻ മാത്രം നീ എന്താ മോളെ പറഞ്ഞത്? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല വല്യപ്പച്ച. ഇവിടുത്തെ ജോലിക്കാരുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് പപ്പയെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയതാ. അതിനാ ഞാൻ ഈ ചീത്ത മൊത്തം കേട്ടത്. അതിനു മാത്രം ഇവിടെ എന്താ പ്രശ്നം? നീ എന്നോട് പറ. വല്യപ്പച്ച, ഇവിടെ ഒരുപാട് ഭക്ഷണങ്ങളും ആവശ്യമില്ലാതെ പൈസയും ഒക്കെ ചിലവായി പോകുന്നുണ്ട്. അതെനിക്കിന്ന് മനസ്സിലായി. കിച്ചണിൽ ചെന്നപ്പോൾ ഭക്ഷണമൊക്കെ ഒരുപാട് വേസ്റ്റാക്കി കളയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവിടെ ഒരു ദിവസം വയ്ക്കുന്ന ഭക്ഷണം വല്ലതും ബാക്കി വന്നാൽ സാധാരണയായി എന്താ ചെയ്യുക? ഫ്രിഡ്ജിലെങ്ങാനും വെച്ച് പിറ്റേ ദിവസം അത് ചൂടാക്കി കഴിക്കും. അങ്ങനെയൊക്കെയല്ല ചെയ്യുക. പക്ഷേ ഇവിടെയാണെങ്കിലോ കണ്ടമാനം ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. എന്നാലോ അത് പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കത്തുമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയല്ല, പച്ചക്കറികളായാലും പഴങ്ങളായാലും എല്ലാം അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പുറംപണിക്കായി വന്ന ചേച്ചിക്ക് ഒരു ചാക്ക് നിറച്ച ഭക്ഷണവും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ എടുത്തു കൊടുക്കുന്നത്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാ എന്നോട്, ഇതൊക്കെ ആ ചേച്ചിയുടെ വീട്ടിലുള്ള പശുക്കൾക്കും മറ്റും കൊടുക്കാനാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാ വല്യപ്പച്ച മിണ്ടാതിരിക്കുന്നത്? ഞാനപ്പോൾ അവരോട് ചൂടായി തന്നെ ചോദിച്ചു, ഈ ഭക്ഷണമൊക്കെ എന്തിനെങ്ങനെ വേസ്റ്റാക്കി കളയുന്നതെന്ന്. അത് ചോദിച്ചപ്പോൾ അവരെല്ലാവരും എൻ്റെ നേരെ തിരിയുന്നത്. ഇവിടുത്തെ സാറ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടുത്തെ സാറിന് ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ പിറ്റേ ദിവസത്തേക്ക് ചൂടാക്കി കഴിക്കുന്നതോ ഒരു ദിവസത്തേക്ക് മേടിക്കുന്ന പച്ചക്കറികളൊക്കെ പിറ്റേ ദിവസത്തേക്ക് കറി വയ്ക്കുന്നതോ ഇതൊന്നും ഇവിടുത്തെ സാറിന് ഇഷ്ടമല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ജോലിക്കാർക്കും അങ്ങനെയൊക്കെ തന്നെയാണോ എന്ന്. അവർ പറയുന്നതപ്പോൾ ജോലിക്കാരും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്, പിറ്റേ ദിവസത്തെ ഭക്ഷണമൊന്നും ചൂടാക്കി കഴിക്കാറില്ല എന്നാണ് അവർ പറയുന്നത്. ആ സഞ്ചിയിൽ നിന്നും തിരിച്ചെടുത്ത് വയ്ക്കാൻ പറഞ്ഞപ്പോഴും നീ ഇവിടെ ആളാവണ്ട എന്നാണ് എന്നോട് പറയുന്നത്. ഓ, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞോ? എങ്കിൽ അവനെ ഒന്ന് കാണണമല്ലോ മോളെ. എങ്കിൽ നീ വാ, ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് അലീനയുടെ കൈ പിടിച്ച് വല്യപ്പച്ചൻ അടുക്കളയിലേക്ക് പോവാൻ ഒരുങ്ങുന്നുണ്ട്. അലീന അപ്പോൾ വല്യപ്പച്ചൻ്റെ കൈ പിടിച്ച് പറയുന്നുണ്ട്, ഒന്നും ചോദിക്കേണ്ട വല്യപ്പച്ച, ഞാനായിട്ട് ഇനി ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ പപ്പയല്ലേ ഇങ്ങനെ അവരോടൊക്കെ പറയുന്നത്, പിന്നെ അവർക്കെന്താ പ്രശ്നം? പപ്പയോട് ഞാൻ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചോദിക്കാനാ ഞാൻ പപ്പയ്ക്കരികിലെത്തിയത്. പപ്പയ്ക്കപ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ എന്നോട് പറയുന്നത്. എന്നോട് ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകണ്ട, നിനക്ക് നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നാൽ മതി, ഭക്ഷണത്തിന് ഒരു മുട്ടും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതും ഭക്ഷണത്തിന് വേണ്ടി വിശന്നിരുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ പപ്പയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. പപ്പയുടെ സ്റ്റാറ്റസിനനുസരിച്ച് ഞാൻ ജീവിക്കണമെന്നാണ് പപ്പ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ആ ഒരു നിലവാരത്തിൽ തന്നെ ചെയ്യണമെന്ന്. ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഭക്ഷണം പാഴാക്കുന്ന കാര്യങ്ങളിൽ പോലും അതൊന്നും നോക്കരുതെന്നാണ് പറയുന്നത്. ഞാനിതൊന്നും
ഒട്ടും ഉൾക്കൊള്ളാൻ തയ്യാറല്ല വല്യപ്പച്ച. കാരണം എനിക്കത് പറ്റത്തുമില്ല. ഈ കളയുന്ന ഭക്ഷണം വേണമെങ്കിൽ എനിക്ക് ചൂടാക്കി തന്നോട്ടെ, ഞാൻ കഴിക്കാൻ തയ്യാറാണ്. അലീന ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ജോസഫിന് വിഷമമൊന്നും തോന്നിയില്ലെങ്കിലും അലീനയെ മനസ്സിലാക്കിയ വല്യപ്പച്ചനായ ഔതക്കുട്ടിക്ക് വളരെ വിഷമം തോന്നുകയാണ്. കാരണം അവൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ വിലയറിയാം. അവൾ അതുകൊണ്ടാണ് ഈ ഭക്ഷണമൊക്കെ പാഴാക്കി കളയുമ്പോൾ അതിനെതിരെ നിന്ന് സംസാരിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ അതേ സ്വഭാവം തന്നെയായി ഇവൾക്കും. കാരണം അവളും ഇങ്ങനെ തന്നെയായിരുന്നില്ലേ? ഒരു നുള്ളു ഭക്ഷണം ടേബിളിൽ പോയാൽ പോലും അവൾ എന്തോരം ചീത്ത പറയും. പണ്ടൊക്കെ അവൾ ഭക്ഷണം കൊടുക്കുമ്പോൾ സ്റ്റാൻലിയെ ആയാലും എന്തോരം ചീത്ത പറഞ്ഞിട്ടുള്ളവളാ. എപ്പോഴും നിലത്ത് കളഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നവനല്ലേ അവൻ. അവനെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുള്ളവനാ. പക്ഷേ അവനിപ്പോൾ അതൊന്നും ഓർമ്മ കാണില്ല. എങ്ങനെ ഓർമ്മ കാണാനാ? അവനൊരു പട്ടാളക്കാരനായതിൽ പിന്നെ അവൻ്റെ സ്വഭാവം അടിമുടി മാറിപ്പോയില്ലേ? മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അവനറിയില്ലല്ലോ. പക്ഷേ അവൻ്റെ അമ്മച്ചിയെ അതേപടി എടുത്തു വെച്ച ഈ മോൾക്കറിയാം ആ വേദനയും വിഷമവും ഒക്കെ. ഇവനതൊക്കെ ഇനി എന്ന് മനസ്സിലാക്കാനാ? ഇവനെ ആര് തിരുത്താൻ ശ്രമിച്ചാലും ഇവൻ ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറുന്നത്. എന്ത് ചെയ്യാനാ മോളെ? നമുക്കിനി ഇവനോടൊന്നും പറഞ്ഞ് തർക്കിക്കാനൊന്നും പറ്റുകയില്ല. മോളൊരു കാര്യം ചെയ്യ്. മോള് അവൻ്റെ പോലെ തന്നെ ഇനി മോളും ജീവിച്ചാൽ മതി. അടുക്കളയിലുള്ള കാര്യങ്ങളിലൊന്നും മോള് ശ്രദ്ധിക്കാൻ പോണ്ട. അതൊക്കെ തന്നെയായിരിക്കും ഇനിയും അവൻ്റെ വായിലിരിക്കുന്ന ചീത്തയൊക്കെ ഇനിയും കേൾക്കേണ്ടി വരും. അലീനയെ സമാധാനിപ്പിച്ച് ഔതക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സ്റ്റാൻലി ജോസഫിൻ്റെ റൂമിൽ തട്ടിക്കൊണ്ട് ഔതക്കുട്ടി വിളിക്കുന്നുണ്ട്. വളരെ ദേഷ്യത്തിൽ ഡോറ് തുറന്ന് അപ്പച്ചന് എന്താ വേണ്ടതെന്നാണ് ഔതക്കുട്ടിയോട് ചോദിക്കുന്നത്. നീ എന്തിനാണ് ചൂടാകുന്നത്? നിന്നെ ഞാൻ വല്ലതും ചെയ്യാൻ വന്നോ? അപ്പച്ചൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് പറ. എനിക്ക് വേറെ പണിയുണ്ട്. നിനക്കിവിടെ എന്ത് പണി? ഞാനെന്താ നിന്നോടൊന്നും ഇത്തിരി നേരം സംസാരിക്കാൻ വന്നാൽ നിനക്ക് ഇഷ്ടപ്പെടുകയില്ലേ? എനിക്കൊരു ഇഷ്ടക്കേടുമില്ല. അപ്പച്ചൻ കയറിയെന്ന് പറഞ്ഞ് ഔതക്കുട്ടിയെ റൂമിലേക്ക് കയറ്റിയതിന് ശേഷം സ്റ്റാൻലി ജോസഫ് തൻ്റെ റൂമിലെ വാതിലടക്കുന്നുണ്ട്. നീ എന്തിനാടാ ആ കൊച്ചിനിങ്ങനെ വേദനിപ്പിക്കാൻ പോകുന്നത്? നിങ്ങളൊക്കെ ഇത്രയും നാൾ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നും പോലും അറിയാതെ ആ കൊച്ച് അനാഥാലയത്തിൽ ഒറ്റക്ക് ജീവിച്ചവളല്ലേ? അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ആരുമില്ലാഞ്ഞിട്ട് പോലും ആ കൊച്ച് അത്രയ്ക്കും വിഷമിച്ച് ജീവിച്ചില്ലേ 21 വർഷം. ഇപ്പോൾ അതിന് ഒരു പപ്പയെ കിട്ടിയിട്ട് എത്ര നാളായി കാണും? അതിനെ ഈ വേദനിപ്പിക്കുന്നതിന് പകരം നിനക്ക് അവളെ സ്നേഹിച്ച് നടന്നൂടെ? ഇപ്പോൾ സ്റ്റാൻലി ജോസഫ് ഔതക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഞാനതിനെ അവളെ എങ്ങനെയാണ് വേദനിപ്പിച്ചത്? അവളെ എൻ്റെ സ്വന്തം മകളായി കണ്ടതുകൊണ്ടല്ലേ ഈ വീട്ടിലോട്ട് അവളെ ഞാൻ കൊണ്ടുവന്നത്. അലീനയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ബാലചന്ദ്രനോട് പറഞ്ഞ് അലീനയെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? ബാലചന്ദ്രനോട് എനിക്കപ്പോൾ തന്നെ പറയാമായിരുന്നല്ലോ അലീനയെ എനിക്ക് വേണ്ട എന്ന്. അപ്പോൾ പിന്നെ എന്തിനാണ് അവളെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അപ്പച്ചൻ പറയുന്നത്? അങ്ങനെയല്ല മോനെ. അവൾക്ക് കുറേ കാര്യങ്ങളൊന്നും നിൻ്റെ ചിന്താഗതിയിലൂടെ ഒന്നും അവൾക്കത് സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ജനിച്ച വളർന്നത് പോലെയൊന്നുമല്ല ആ കൊച്ച് ജനിച്ചത്. അതിന് ഈ ഭക്ഷണമൊക്കെ പാഴാക്കി കളയുന്നത് കാണുമ്പോൾ വലിയ വിഷമമാണ്. അത് നിന്നോട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നിന്നോടല്ലാതെ അവൾ ഈ വീട്ടിൽ ആരോട് പറയാൻ? അപ്പച്ച, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കാര്യങ്ങൾ മാത്രം ഈ വീട്ടിൽ നോക്കി നടന്നാൽ മതിയെന്ന്. ഭക്ഷണമായാലും ഒരു പണികൾ പോലും അവൾക്കിവിടെ എടുക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാത്തിനും ജോലിക്കാരില്ലേ? അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ TV കാണേ, വല്ലതും വായിക്കേ, ഫോണിൽ കാണേ, അങ്ങനെയൊക്കെ ചെയ്ത് നടന്നാൽ പോരെ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ എന്തിനാ തലയിടാൻ പോകുന്നത്? എടാ, നീ ഈ പറയുന്നത് പോലെ ആ കൊച്ച് വെറുതെ ഇരുന്ന് വളർന്നവളൊന്നുമല്ലല്ലോ. ഒരുപാട് ജോലികളൊക്കെ ചെയ്ത കുഞ്ഞല്ലേ. നീ ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്നതിന് മുന്നും ആ നെടുമ്പുരയ്ക്കൽ വീട്ടിലും ഒരു ജോലിക്കാരിയായിരുന്നില്ലേ അവൾ നിന്നിരുന്നത്? അപ്പോൾ പെട്ടെന്ന്
ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവൾക്ക് അതൊന്നും പറ്റണമെന്നില്ല. അതുകൊണ്ടൊക്കെയാ അവൾ ഇടയ്ക്കൊക്കെ ഈ കിച്ചണിലൊക്കെ ചെന്ന് ഓരോ പാചകങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നത്. പക്ഷേ കിച്ചണിലുള്ള ജോലിക്കാരൊന്നും അവളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നുമില്ല. അത് അവളെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭക്ഷണം വേസ്റ്റാക്കുന്ന കാര്യങ്ങളൊക്കെ നീയും പറ, അത് നല്ല കാര്യം തന്നെയാണോ? ഒരു ദിവസത്തെ ഭക്ഷണം പിറ്റേ ദിവസം കഴിക്കില്ല എങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ പോരെ എന്നല്ലേ അവളും ചോദിച്ചത്. അതൊരു ന്യായമായ കാര്യമല്ലേ? പച്ചക്കറികളും പഴവർഗ്ഗങ്ങൾ പോലും കടയിൽ നിന്നും കണ്ടമാനം മേടിച്ച് ഒരു ദിവസം മാത്രം കഴിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയധികം മേടിപ്പിക്കുന്നേ? അത് നിനക്കൊന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൂടെയായിരുന്നോ? ഞാൻ ആ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകാറില്ല. അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അവരെത്ര കാലമായി എൻ്റെ കൂടെ കൂടിയിട്ട്. എടാ, അത് തന്നെയാ അലീനയും പറയുന്നത്. എന്തോരം പൈസയാ അപ്പോൾ വെറുതെ വേസ്റ്റാക്കി നീ കളയുന്നത്? ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ നിലയ്ക്ക് നിർത്തേണ്ടതുപോലെ നിർത്തണ്ടേ? ഇവിടുത്തെ ജോലിക്കാർക്ക് എന്തിനാ നിൻ്റെ പോലെ തന്നെ ഭക്ഷണം? അവരും ഒരു ദിവസം വയ്ക്കുന്ന ഭക്ഷണം പിറ്റേ ദിവസം കഴിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആ ജോലിക്കാർക്ക് എന്തിനാ ഇതുപോലെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്? അവർക്കെന്താ ഈ വീട്ടിലെ മുതലാളിയേക്കാളും വിലയുണ്ടോ? പപ്പ, ശരി, ഇനി അതിൻ്റെ ഇതിൽ ഇനി മറ്റൊരു വഴക്കൊന്നും വേണ്ട. അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്ന് ഔദക്കുട്ടിക്ക് വാക്കു കൊടുക്കുന്നുണ്ട് സ്റ്റാൻലി. ഔദക്കുട്ടി സ്റ്റാൻലി ജോസഫിൻ്റെ മുറിയിൽ നിന്നിറങ്ങി അലീനയ്ക്ക് അരികിലെത്തുന്നുണ്ട്. വളരെ വിഷമിച്ചായിരുന്നു അലീന നിന്നിരുന്നത്. കാരണം സ്റ്റാൻലി ജോസഫിൻ്റെ വായിൽ നിന്നും അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അലീനക്കത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. പപ്പയ്ക്ക് തന്നോട് സ്നേഹമില്ലേ? സ്നേഹമില്ലാഞ്ഞതുകൊണ്ടാണോ പപ്പയ്ക്ക് താൻ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ദേഷ്യം എന്നൊക്കെയായിരുന്നു അലീനയുടെ ചിന്താഗതി. മോളെ, നീ ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ? ഇല്ല അപ്പച്ച, എനിക്ക് വിഷമമൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കായതുപോലെ എനിക്ക് തോന്നി. അതാ ഞാൻ കരഞ്ഞത്. എന്തോ ഒരു ഒറ്റപ്പെടൽ എനിക്ക് അനുഭവപ്പെട്ടു. ഇനി അപ്പച്ചൻ കൂടി ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കുമെന്ന് എനിക്കൊന്ന് ആലോചിക്കാൻ പോലും വയ്യ. അപ്പച്ചൻ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതാ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. അപ്പോൾ പിന്നെ ഞാൻ മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യോടി കൊച്ചേ എന്ന് ഒരു തമാശ രൂപേണ അലീനയോട് ഔദക്കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പച്ച, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എനിക്കത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാ എന്നാണ് അലീനയുടെ വായിൽ നിന്നുള്ള മറുപടി. പെട്ടെന്ന് അലീനയുടെ വായിൽ നിന്നും അതുപോലെ കേൾക്കുന്ന ഔദക്കുട്ടിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. കാരണം തന്നോട് അവൾക്ക് അത്രയ്ക്കും സ്നേഹമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നതെന്ന് ഔദക്കുട്ടിക്ക് മനസ്സിലായി. അടുത്തു നിന്നിരുന്ന അലീന ഔദക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വല്യപ്പച്ചൻ, എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. വല്യപ്പച്ചൻ മരിക്കുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ വിഷമം തോന്നുകയാണ്. കാരണം വല്യപ്പച്ചനുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെ ആയേനെ. വല്യപ്പച്ചൻ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വന്ന ആളാണെങ്കിൽ പോലും ആ ഒരു നേരം കഴിഞ്ഞപ്പോൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ എനിക്ക് കിട്ടാവുന്നതിനും അപ്പുറമാണ്. നിന്നെ ഞാൻ അങ്ങനെ വിട്ടൊന്നും പോവില്ല മോളെ. ഞാൻ അങ്ങനെ ഒറ്റക്കാക്കില്ല. സ്റ്റാൻലിക്കും നിന്നെ വലിയ ഇഷ്ടമാണ്. അവൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ്. അവൻ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമായൊന്നും നിൽക്കില്ല. അവൻ്റെ സ്നേഹം ഉള്ളിൽ വെച്ച് അവൻ എല്ലാവരോടും പെരുമാറും. അതാ നമ്മ ചിന്തിക്കുമ്പോൾ അവന് നമ്മളോട് ഇഷ്ടമില്ല എന്നൊക്കെ വിചാരിക്കുള്ളൂ. പക്ഷേ അവന് ഉള്ളിൽ നിന്നോട് അത്രയ്ക്കും ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് ബാലചന്ദ്രനോട് പറയൂ അലീനയെ ഇങ്ങോട്ടേക്ക് അയക്കാൻ. മോള് അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഔദക്കുട്ടി. അലീനയുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന കടമ്പകൾ എന്തൊക്കെയാണെന്നും ഔദക്കുട്ടി ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അലീന തീർച്ചയായും ആ വീട്ടിൽ ഒറ്റപ്പെടുമോ എന്നുമൊക്കെ വഴിയേ അറിയാം.
ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.